Hi friends, this is my first video. I hope you guys support me. Today we are making affordable journal. Totally handmade ആണ്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യാവുന്നതാണ്. പെന്ന്, പേപ്പർ, സ്കെച്ച് ഇതെല്ലാവരുടെ കയ്യിലും ഉണ്ടാവുന്നതാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാം. ചെറിയ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഡോട്ട്സ് ലൈൻ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ കാണുന്ന പിക്ചേഴ്സൊക്കെ ഞാൻ പിൻട്രസ്റ്റ് നോക്കിയിട്ട് വരച്ചെടുത്തതാണ്. നിങ്ങൾക്കും അങ്ങനെ ഇഷ്ടമുള്ള നിങ്ങൾക്ക് അനുസരിച്ചുള്ള പിക്ചേഴ്സൊക്കെ പിൻട്രസ്റ്റ് എന്നുള്ള ആപ്പ് നോക്കിയിട്ട് എടുക്കാം. പിൻട്രസ്റ്റിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. കുറേ ഡിസൈൻസും ഐഡിയാസും ഒക്കെ കിട്ടും. ജസ്റ്റ് അതിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഇതൊക്കെ ഞാൻ അതിന് എടുത്തിട്ടുള്ളതാണ്. നമുക്കിനി അത് സെറ്റ് ചെയ്യാം. ഞാൻ തന്നെ കളർ ചെയ്തിട്ടുള്ള പേപ്പറാണത്. കളർ പേപ്പറൊന്നും അല്ല, ക്രയോൺസ് വെച്ചിട്ട് കളർ ചെയ്തെടുത്ത് ഒരു വൈറ്റ് പേപ്പറിൽ കളർ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു സൈഡൊക്കെ കട്ട് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓരോന്നിൻ്റെ സ്ഥലത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ജേണൽ കിറ്റ് വാങ്ങി ചെയ്യുന്നവരുമുണ്ട്, പക്ഷേ ഇതെല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. പേപ്പറും പെന്നും സ്കെച്ചൊക്കെ വെച്ച് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ദിസ് ഇസ് കവർ സ്റ്റിക്കർ. ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വാങ്ങുന്നതാണ്. ദിസ് ഹാവ് സോ മെനി പിക്ചേഴ്സ് ഇൻ ദിസ്. നമുക്ക് ഇതുകൊണ്ടും കുറേ ജേണലും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിൻ്റെ ഓരോന്ന് പാർട്സ് ആയിട്ടാണ് ഉണ്ടാവുക. നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചെടുത്ത് ജേണൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊന്നും ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ. സ്റ്റിക്കർ നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും വരച്ചെടുത്തിട്ട് ബട്ടർ പേപ്പർ അങ്ങനെ എന്തെങ്കിലും എടുത്തുകൊണ്ട് സ്റ്റാപ്പ് ഒട്ടിച്ചുകൊണ്ട് സൈഡ് കുറച്ച് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റിക്കർ പോലെ ഇങ്ങനെ കവർ സ്റ്റിക്കർ പോലെ ഏകദേശം അതേപോലെയൊക്കെ കിട്ടും. അതിനുശേഷം ഇതിങ്ങനെ പീൽ ചെയ്തെടുത്തുകൊണ്ട് എവിടെയാണ് ഒട്ടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലത്തെ സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ ഫ്രീ ടൈമിൽ ഇങ്ങനെ കുറേ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് ജേണൽ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായി. കാരണം പല തീമിലും കളേഴ്സിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാവും. നമ്മൾ ജേണലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് പീൽ ചെയ്ത് ഒട്ടിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് നമ്മളെ ജേണൽ കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ പിൻട്രസ്റ്റ് നോക്കി കുറേ കോഡ്സൊക്കെ എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ഫുൾ പേപ്പറിൽ കോഡ്സൊക്കെ എഴുതിയാണ് ഞാൻ വെച്ചു. പിന്നെ നമുക്ക് ജേണലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ അവിടെ പ്ലേസ് ചെയ്യാം. ഇത് ഉണ്ടാക്കാൻ കുറേ മെറ്റീരിയൽസ് അതിന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാവും. നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കി നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കുകയാണ്. പിന്നെ സെറ്റ് ചെയ്ത് വെച്ചെടുത്ത് ഒട്ടിച്ചാൽ മാത്രം മതി. ഗം യൂസ് ചെയ്തുകൊണ്ട് ഒട്ടിക്കുക. ഇറ്റ്സ് വെരി ഈസി ഫ്രണ്ട്സ്. ഇത് സ്റ്റിക്ക് ചെയ്തതിന് ശേഷമുള്ളതാണ്. ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിലേറെ ബ്യൂട്ടിഫുള്ളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുക. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, സീ യു സൂൺ.